വേണ്ടിയിട്ട് കുറെ കോസ്റ്റുകൾ ഉണ്ട്. ഈ കോസ്റ്റുകൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിനെയും ബാധിക്കും. ഇതിനെ പറ്റിയിട്ട് നല്ലൊരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. സോ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു പ്രിവെൻഷൻ കോസ്റ്റ്. ഡിഫക്റ്റ് വരാതിരിക്കാൻ അല്ലെങ്കിൽ ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ നമ്മൾ കമ്പനിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അതിനെയാണ് പ്രിവെൻഷൻ കോസ്റ്റ്. വാട്ട് ഈസ് അപ്രൈസൽ കോസ്റ്റ്? നമ്മൾ ഉണ്ടായ പ്രൊഡക്റ്റിൽ ചെക്ക് ചെയ്യണം എവിടെ നിന്നാണ് ഡിഫക്റ്റ് വരുന്നത്, ഏത് ലൈനിലാണ് ഡിഫക്റ്റ് വരുന്നത്. അതിന് 100 പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 10 എടുത്തു കഴിഞ്ഞാൽ ആ സാമ്പിളിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റണം. ഇതെല്ലാം ഒരു സയന്റിഫിക് മെത്തേഡിലാണ് വേണം പോകാൻ. അപ്പൊ ഇതിനൊക്കെ കോസ്റ്റ് ഉണ്ട്. അതാണ് അപ്രൈസൽ കോസ്റ്റ്. ഇനി കോസ്റ്റ് ഓഫ് നോൺ കൺഫോമൻസ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പോളോ ടയേഴ്സിൽ ഐ വർക്ക് ഫോർ 1 year ആസ് ട്രെയിനി ഇൻ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഞാൻ ഒരു കമ്പനിയിൽ അപ്പോളോ ടയേഴ്സിൽ ടയർ മാനുഫാക്ചറിംഗിൽ ഫൈനൽ ഫിനിഷിലാണ് ഞാൻ ഒരു പ്രൊഡക്റ്റ് ഡിഫക്റ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഇന്റേണൽ ഫെയിലിയർ എന്ന് പറയും. കാരണം ആ കോസ്റ്റ്, അപ്പൊ ടയർ ഉണ്ടാക്കാൻ വന്ന എല്ലാ കോസ്റ്റും നമുക്ക് നഷ്ടം വരും, ടയർ സ്ക്രാപ്പ് ആയി പോകും. അതിനാണ് ഇന്റേണൽ ഫെയിലിയർ. എന്താണ് എക്സ്റ്റേണൽ ഫെയിലിയർ കോസ്റ്റ്? നമ്മൾ കസ്റ്റമറിന്റെ അടുത്തേക്ക് നിങ്ങളുടെ മൊബൈൽ പോയി, ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ആൾക്കത് കംപ്ലൈന്റ് വന്നു. അപ്പൊ നിങ്ങൾ തിരിച്ചു കൊടുക്കണം, കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ വാറന്റി 1 year ഉണ്ടാവും. അപ്പൊ അതും നമുക്ക് കോസ്റ്റ് വരും. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ കോസ്റ്റുകളെ പറ്റിയിട്ട് നമുക്ക് നല്ല ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. ഇനി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, പെർഫോമൻസ്, സർവീസ്, ഫീച്ചേഴ്സ്, വാറണ്ടി, പ്രൈസ്, ഈ കാര്യങ്ങളെല്ലാം കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി ഒരു കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ മോഡലിന്റെ ഒരു ഡയഗ്രമാണ്. അതായത് ഒരു കസ്റ്റമർ ഒരു മൊബൈൽ വാങ്ങുമ്പോൾ, ഞാൻ ക്ലാസ്സിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രൈമറി ഫംഗ്ഷൻ ആണ്. കോൾ ചെയ്യാൻ പറ്റണം. അത് കഴിഞ്ഞിട്ടാണ് എക്സൈറ്റ്മെന്റ് ഫാക്ടേഴ്സ് വരുന്നത്. ഫ്ലിപ്പ് ടൈപ്പ് മൊബൈൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, പിന്നെ നല്ല ക്യാമറയാണ്, അതിന്റെ പെർഫോമൻസ് വളരെ കൂടുതലാണ്, ഹാങ് ആവുന്നില്ല, നല്ല മെമ്മറി ഉണ്ട്, ഈ കാര്യങ്ങളെല്ലാം അതിലെങ്ങനെയൊക്കെയാണ് ഒരു കസ്റ്റമറിനെ അത് ബാധിക്കുക എന്നുള്ളതാണ് ഈ സാറ്റിസ്ഫാക്ഷൻ മോഡലിൽ നമുക്ക് വന്നിരിക്കുന്നത്. ഇനി QFD, ക്വാളിറ്റി ഫംഗ്ഷൻ ഡിപ്ലോയ്മെന്റ്, അത് ഒരു സ്റ്റെപ്പുകളാണ്. നമ്മൾ ആദ്യം പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യണം, പാർട്ട് ഡെവലപ്പ് ചെയ്യണം, പ്രോസസ്സ് പ്ലാൻ ചെയ്യണം, പ്രൊഡക്ഷൻ പ്ലാനിങ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ കൂടിയിട്ടാണ് QFD വരുന്നത്. ആൻഡ് ആസ് ഐ ടോൾഡ് ഏർലിയർ, ഇത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ഹൗസ് ഓഫ് ക്വാളിറ്റി ഫോർ എ ടയർ കമ്പനി. അങ്ങനെ നിങ്ങളുടെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് പോകുമ്പോൾ അവിടെ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കാം, ക്യാൻ യു എക്സ്പ്ലെയിൻ ഹൗസ് ഓഫ് ക്വാളിറ്റി? അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നോട്ട് ഓൺലി ഫോർ ദ എക്സാം, ആസ് ആൻ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ നിങ്ങളൊരു ഭാവി നോക്കുന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, യൂണിവേഴ്സിറ്റിക്ക് ഷുവറായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗസ് ഓഫ് ക്വാളിറ്റി. കമ്പനി, ഇത് ഒരു വീടിന്റെ നിലകൾ മാതിരിയാണ്. ഓരോ നിലകളുണ്ട്. കസ്റ്റമർ ഹൗസ്, കമ്പനീസ് ഹൗസ്, റൂഫ്, ഇന്റീരിയർ, ഫൗണ്ടേഷൻ. അപ്പൊ ഈ ഡയഗ്രാം നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. ഇനി നമ്മൾ ഇൻഡസ്ട്രിയൽ സിസ്റ്റം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ നമ്മുടെ സബ്ജക്റ്റിൽ പഠിച്ച ലീൻ മാനുഫാക്ചറിങ്, അതായത് വേസ്റ്റുകൾ ഇല്ലാതെയുള്ള പ്രൊഡക്ഷനെയാണ് ലീൻ മാനുഫാക്ചറിങ് എന്ന് പറയുക. അതിന്റെ വളരെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമുക്ക് ഇവിടെ വേണ്ട. നമുക്ക് വേണ്ടത് കുറച്ച് ടൂൾസ് ആണ്. നമ്മൾ അന്ന് കുറെ ടൂളുകൾ പഠിച്ചു. എന്താണ് പഠിച്ചത് നമ്മൾ? ഇത് ജസ്റ്റ് ലീൻ മാനുഫാക്ചറിങ് വേസ്റ്റുകൾ പറ്റിയിട്ട് പറയുന്നതാണ്. ഓവർ പ്രൊഡക്ഷൻ, എക്സസീവ് ഇൻവെന്ററി, അൺനെസസറി മോഷൻ, വെയിറ്റിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഇൻഅപ്രോപ്രിയേറ്റ് പ്രോസസ്സിംഗ്, ഡിഫക്റ്റ്, അൺയൂട്ടിലൈസ്ഡ് ടാലന്റ്, ഇതെല്ലാം ഡിഫക്റ്റുകളിൽ വരുന്നതാണ്. നമുക്ക് പക്ഷേ ഈ സബ്ജക്റ്റിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ടൂൾസിലാണ്. അതിൽ 5S പഠിക്കണം, കേസൻ, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പഠിക്കണം, പിന്നെ 6 സിഗ്മ എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. അതും ഡിഫക്റ്റ് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു മെത്തഡോളജിയാണ്. 5S ഈ ടേമുകൾ ബൈ ഹാർട്ട് പഠിക്കുക. സൈറി, സെയ്റ്റൻ, സെയ്സോ, സെയ്കെറ്റ്സു, ഷിറ്റ്സുക്കി. ചിലപ്പോൾ ജാപ്പനീസ് സ്റ്റാമ്പ്സ് തന്നെ എഴുതാൻ പറഞ്ഞു വരാം. കാൻബാൻ, നമ്മൾ കാർഡ് യൂസ് ചെയ്ത, ഇത് ഡീറ്റെയിൽഡ് നമ്മൾ S5 പഠിച്ചതാണ്. കാൻബാനേക്കാളും കൂടുതൽ ഇവിടെ നമുക്ക് ആവശ്യം കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ്. അതായത് നിങ്ങൾ പ്രൊഡക്റ്റിന്റെ ഇംപ്രൂവ്മെന്റ് 90% ആക്കി, അടുത്ത 6 മാസത്തിൽ അത് 95 ആവണം, അടുത്ത 1 വർഷത്തിൽ അത് 100% ആവണം. എപ്പോഴും നമ്മൾ വീണ്ടും വീണ്ടും ഇംപ്രൂവ് ആവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ സെക്കൻഡ് മോഡ്യൂളിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ വളരെ